നാളെ കോൺഗ്രസ് ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം രാജ്ഘട്ടിന് സമീപത്താണ് സംസ്കാരം. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വൈകിട്ട് ചേരും. നോബിൾ മാരിക്കാരൻ ദില്ലിയിൽ നിന്ന് നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, രാജ്യമാകെ ദുഃഖാചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. മുൻ പ്രധാനമന്ത്രിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ് പ്രമുഖർ. ഇന്ന് വസതിയിൽ അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് ചില നിയന്ത്രണങ്ങളൊക്കെയുണ്ട്. നാളെ പൊതുദർശനമടക്കം എങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? സംസ്കാര ചടങ്ങുകൾ എപ്പോഴേക്കാണ്? സുജയ, അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് രാജ്യം വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ ജന്മത്തിലെ 3-ാം നമ്പർ വസതിയിലെത്തി പ്രമുഖരായ പല നേതാക്കളും രാവിലെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഇന്ന് ഇവിടെ അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിൽ തന്നെ ജനങ്ങളുടെ ഒരു പങ്കാളിത്തം എന്താണെങ്കിലും വസതിയിലേക്കില്ല. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ആളുകൾ മാത്രം ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുക എന്നാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇവിടെ ആയിരിക്കും ഭൗതിക ശരീരം ഉണ്ടാവുക എന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കി. കാരണം ഒരു മകൾ അമേരിക്കയിൽ നിന്ന് എത്താനുണ്ട്. അവർ വൈകുന്നേരത്തോടെ എത്തും. അതിനുശേഷം നാളെ ആയിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടത്താൻ നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ ദില്ലിയിൽ AICC ആസ്ഥാനത്ത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾക്കും അതോടൊപ്പം പ്രവർത്തകർക്കൊക്കെ കാണുന്നതിന് വേണ്ടി പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷം 12 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. രാജ്ഘട്ടിന് അടുത്തുള്ള സ്ഥലത്തായിരിക്കും എന്താണെങ്കിലും മൻമോഹൻ സിംഗിനും അന്ത്യവിശ്രമം കൊള്ളുന്നുള്ള സ്ഥലം അനുവദിക്കുക കേന്ദ്ര സർക്കാർ. അതുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ യോഗം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. മന്ത്രിസഭാ യോഗം അവസാനിച്ചിട്ടില്ല എന്നാണ് അവിടെ നിന്ന് വിവരമുള്ളത്. പ്രധാനമായും ഇന്നിപ്പോൾ വൈകിട്ട് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർക്കുന്നുണ്ട്. ദില്ലി AICC ആസ്ഥാനത്താണ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ അദ്ദേഹത്തിന്റെ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിക്കുക എന്നുകൊണ്ടാണ് യോഗം ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇപ്പോഴും ഇവിടുത്തെ വസതിയിലേക്ക് എത്തുന്നുണ്ട്. ദില്ലിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ ശക്തമായ മഴയാണുള്ളത്. ആ ശക്തമായ മഴയെ അവഗണിച്ചുകൊണ്ട് പ്രധാനപ്പെട്ട പല നേതാക്കളും ഇന്നിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള ആളുകൾ, അതോടൊപ്പം തന്നെ ഗുലാം നബി ആസാദ് പോലെയുള്ള മുൻകാലത്ത് അദ്ദേഹത്തെ പ്രവർത്തിച്ച നേതാക്കൾ, പ്രകാശ് കാരാട്ട് അടക്കമുള്ള മറ്റു പാർട്ടികളുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നിരവധി വാഹനങ്ങൾ, പ്രത്യേകിച്ച് ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വസതിക്കകത്തേക്ക് പോയിട്ടുണ്ട്. കുടുംബാംഗങ്ങളുമായി ഇവരൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്യുന്നു. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മേഖലയ്ക്ക്, പ്രത്യേകിച്ച് ലോകം തന്നെ 2008 വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് പോകുമ്പോൾ ഇന്ത്യക്ക് അത്തരത്തിൽ സാമ്പത്തിക മാന്ദ്യം അടക്കമുണ്ടാകാതെ ഇന്ത്യയെ പിടിച്ചു നിർത്തിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച നേതാവാണ് മൻമോഹൻ സിംഗ്. 10 വർഷക്കാലം രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായ നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അർഹിക്കുന്ന എല്ലാ അളവിലും അദ്ദേഹത്തിന് അത്തരത്തിൽ യാത്രയപ്പ് നൽകാൻ തന്നെയാണ് രാജ്യം ഒരുങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ രാവിലെ എത്തുകയും പിന്നീട് രാഷ്ട്രപതി അടക്കമുള്ള ആളുകളൊക്കെ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട VIP-കളൊക്കെ എത്തുന്നതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഈ ജൻപത്തിന്റെ റോഡിനടക്കം ഏർപ്പെടുത്തിയിട്ടുണ്ട്. CRPF അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം ഇവിടെ ഒരുക്കിക്കൊണ്ടാണ് സുരക്ഷാ വിന്യാസം നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ മകൾ എത്തും. ഇന്ന് വൈകുന്നേരം മുഴുവൻ, ഇന്ന ദിവസം മുഴുവൻ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഉണ്ടാവുക 3 ജൻപത്തിലെ ഈ വസതിയിലായിരിക്കും. സുജയ.